എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് പല കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഞാനൊരു ന്യൂസ് ചാനൽ ഇങ്ങനെ കാണുവാനിടയായി കേട്ടോ. അതിനകത്ത് ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വാർത്ത എന്നെ വളരെയധികം കരയിപ്പിച്ചു. നമുക്ക് കരളലിയുന്ന ഒരു വാർത്ത. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളെ എല്ലാവരെയും വളരെയധികം വിഷമിപ്പിക്കുന്ന, നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാൻ കണ്ട വാർത്ത ഇങ്ങനെയാണ്: പ്രകൃതി ദുരന്തം അറിഞ്ഞിട്ട് തൻ്റെ ഉറ്റവരെയും ഉടയവരെയും തേടി ഗൾഫിൽ നിന്ന് വന്നതാണ്. അതായത് അദ്ദേഹത്തിന്റെ നല്ല പ്രായം മുഴുവൻ ഒരു പ്രവാസിയായി തുടർന്നു. എന്തിനായെന്ന് വെച്ചാൽ തൻ്റെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി കഷ്ടപ്പെടാൻ, അവർ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു 10-24 വയസ്സ് മുതൽ ഇപ്പൊ അദ്ദേഹത്തിന് ഒരു 40-45 വയസ്സുണ്ടാവും. അത്രയും വർഷം അദ്ദേഹം കഷ്ടപ്പെട്ടു. പ്രവാസി ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കറിയാം അല്ലേ, വളരെ കുറച്ച് ആളുകൾക്കൊക്കെ ഉള്ളൂ വളരെ സുഖമുള്ളൊരു ജീവിതം എന്ന് പറയുന്നത്. സാധാരണ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് സാക്രിഫൈസ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുടുംബത്തിന്റെ കൂടെ അവർക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരു 5 ദിവസമൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ 6ാമത്തെ ദിവസം നമുക്ക് മിസ് ചെയ്യും അല്ലേ. ഞാൻ ഈ 5 ദിവസം എന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ നമുക്കൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും. അതും മറ്റൊരു രാജ്യത്തിലേക്ക് ചെന്ന് അവിടെ ഒരു പ്രവാസി ജീവിതം നയിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തോന്നും. അദ്ദേഹം ആർക്കൊക്കെ വേണ്ടിയാണ് പ്രവാസി ജീവിതത്തിലേക്ക് കടന്നത്, അവരെ എല്ലാം പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ കവർന്നെടുത്തിരിക്കുകയാണ്. കുടുംബത്തിലെ എല്ലാവരും, എനിക്ക് തോന്നുന്നു അച്ഛൻ, അമ്മ, ഭാര്യ, പെൺമക്കൾ, സകലവരും, ഉറ്റവരും ഉടയവരും, ഇനി അദ്ദേഹത്തിന് ആരുമില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അറിയാതെ ഒരുപാട് സമയം കരഞ്ഞു പോയി കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പാർട്ടി നോക്കാതെ, മുഖപക്ഷം നോക്കാതെ മാക്സിമം സഹായിക്കുക, പറ്റുന്നിടത്തോളം കേട്ടോ. വസ്ത്രങ്ങളായിട്ടാണെങ്കിലും എങ്ങനെയായിട്ടാണെങ്കിലും. ചിലരൊക്കെ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഞാൻ പൈസ കൊടുക്കില്ല. മുഖ്യമന്ത്രി നോക്കണ്ടെന്നേ, ആ ജനങ്ങളെ മാത്രം നോക്കിയാൽ മതി. ശരിയാണ്, നമ്മൾ കൊടുക്കുന്ന പൈസയായിട്ടാണെങ്കിലും വസ്ത്രങ്ങളൊക്കെ ആണെങ്കിലും അവരിലേക്ക് എത്തുമോ എന്നൊക്കെയാണ് ചില ആളുകൾക്ക് ചിന്ത. ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലല്ലോ, നമുക്ക് ഡയറക്റ്റ് അവിടെ പോകാൻ പറ്റത്തില്ല. ഈ ഒരു ഡിസാസ്റ്റർ മുന്നിൽ നിൽക്കുമ്പോഴും അതിൽ ഒരുപാട് പേർ മരണപ്പെട്ട്, പലരും അനാഥരായി, എത്രയോ കുഞ്ഞുങ്ങളാണ് മരിച്ചു പോയത്. ഇതൊക്കെ കാണുമ്പോഴും പല ആൾക്കാരും സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ പൈസ കൊടുക്കില്ല. മുഖ്യമന്ത്രി നിങ്ങൾ നോക്കുന്നത് എന്തിനാണ്? ഒരു വീട്ടിലെ എല്ലാവരും മരണപ്പെട്ടു, ഒരു കുഞ്ഞു മാത്രം ബാക്കി. അങ്ങനെ എത്രയെത്ര കുഞ്ഞുങ്ങൾ, എത്രയെത്ര അമ്മമാർ, എത്രയെത്ര ഭർത്താക്കന്മാർ, കുടുംബം നഷ്ടപ്പെട്ട്, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് എത്രയെത്ര അനാഥരായി പോയ ജീവിതങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം അത് ആളുകളിലേക്ക് എത്തും എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ ഉരുൾപൊട്ടിയിട്ടുണ്ട് ഈ വയനാടൻ മേഖലയിൽ തന്നെ. അന്ന് അവിടെ ഉണ്ടായിരുന്ന, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. വെറുതെ കൊണ്ടങ്ങ് എവിടെയെങ്കിലും തള്ളുകയല്ല, നല്ല ഭവനവും അവർക്ക് വസ്ത്രവും അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് പുനരധിവസിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ അറിഞ്ഞ് സഹായിക്കുക. ആ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിയെയോ പാർട്ടിയെയോ മറ്റു കാര്യങ്ങളെയോ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കണ്ട. അതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയോ പാർട്ടിയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.